ശാസ്താംകോട്ട മുതുപ്പിലാക്കാട് ശ്രീ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഒരുക്കിയ അത്തപ്പൂക്കളത്തിന് താഴെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പൂക്കളാൽ എഴുതിയ സംഭവത്തിൽ 25 ഭക്തർക്കെതിരെ കേസെടുത്ത സംഭവത്തിൽ ഐക്യദാർഢ്യവുമായി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ക്ഷേത്രനടയിലെത്തിയ സുരേഷ് ഗോപി പൂക്കളത്തിൽ സിന്ദൂരം ചാർത്തി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. സിന്ദൂരം അവിടെ നിന്ന് പ്രവർത്തകർക്ക് വിതരണം ചെയ്തു. കേസിൽ ഒന്നാം പ്രതിയായ അശോക് എന്ന ജവാനെ പൊന്നാട അണിയിച്ചു. സുരേഷ് ഗോപിയുടെ വരവറിഞ്ഞ് നൂറുകണക്കിന് ആൾക്കാരാണ് ക്ഷേത്രനടയിൽ ഒത്തുകൂടിയത്. വന്ദേ മാതരവും ഭാരത് മാതാ കി ജയ് വിളിച്ചും അവർ സുരേഷ് ഗോപിയെ സ്വീകരിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സോമൻ, ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ്, പ്രഭാരി TR അജിത് കുമാർ തുടങ്ങിയവർ സുരേഷ് ഗോപിക്കൊപ്പം ഉണ്ടായിരുന്നു. ധർമ്മസ്ഥല കേസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകാൻ പോകുന്ന തനിക്ക് കേരള പോലീസ് സംരക്ഷണം നൽകുമെന്ന് മനാഫ്. ഇന്ന് കേരള സർക്കാർ തനിക്ക് പ്രത്യേക സംരക്ഷണം നൽകും. സെപ്റ്റംബർ 8 തിങ്കളാഴ്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാകും. എല്ലാ തെളിവുകളും പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകും. കേരള പോലീസ് ഞങ്ങൾക്ക് സുരക്ഷ ഒരുക്കുമെന്നായിരുന്നു മനാഫ് പറഞ്ഞത്. ധർമ്മസ്ഥല എന്ന ഹിന്ദു ആരാധനാലയത്തെ താറടിക്കാനായി യൂട്യൂബിൽ ഉള്ളടക്കം തയ്യാറാക്കിയ വിവിധ മാധ്യമങ്ങളെ ധർമ്മസ്ഥലയിൽ എത്തിച്ച് ശുചീകരണ തൊഴിലാളി പറഞ്ഞ കള്ളക്കഥ പ്രചരിപ്പിച്ച മനാഫിന് എങ്ങനെയാണ് കേരള പോലീസ് സംരക്ഷണം നൽകുന്നതെന്ന ചോദ്യം ഉയരുകയാണ്. മനാഫ് വെറുതെ ദേശീയ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഒരു നുണ തട്ടിവിട്ടതാണോ എന്നാണ് അറിയേണ്ടത്. അതല്ല, കേരള പോലീസ് യഥാർത്ഥത്തിൽ സംരക്ഷണം നൽകുന്നുവെങ്കിൽ അത് ഗുരുതരമായ നിയമപ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് വിലയിരുത്തൽ. പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഓണസമ്മാനം. ചരിത്രത്തിൽ ആദ്യമായി തൃശൂർ പുലിക്കളി സംഘങ്ങൾക്ക് കേന്ദ്ര ടൂറിസം മന്ത്രാലയം ധനസഹായം അനുവദിച്ചു. ഓരോ സംഘത്തിന് 3 ലക്ഷം രൂപ വീതമാണ് അനുവദിച്ചത്. സുരേഷ് ഗോപി തന്നെയാണ് ഇക്കാര്യം തന്റെ ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചത്. ചരിത്രത്തിൽ ആദ്യമായാണ് കേന്ദ്ര ടൂറിസം മന്ത്രാലയം തൃശൂർ പുലിക്കളി സംഘങ്ങൾക്ക് 3 ലക്ഷം രൂപ DPH സ്കീമിന്റെ ഭാഗമായി അനുവദിക്കുന്നതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. തൃശൂർ പുലിക്കളി സംഘങ്ങൾക്ക് തന്റെ വക ഓണസമ്മാനമാണിതെന്നാണ് സുരേഷ് ഗോപി ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞത്. ഇത് സാധ്യമാക്കുന്നതിൽ എല്ലാവിധ സഹായവും നൽകിയ കേന്ദ്ര ടൂറിസം സാംസ്കാരിക വകുപ്പ് മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിനും സുരേഷ് ഗോപി നന്ദി അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ ഒക്ടോബർ വരെ അവസരമെന്ന തരത്തിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വാർത്തകൾ വ്യാജമാണെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക 2025 സെപ്റ്റംബർ 2 പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടിക വീണ്ടും പുതുക്കുന്നതിനുള്ള തീരുമാനമൊന്നും കമ്മീഷൻ ഇതുവരെ എടുത്തിട്ടില്ല. വോട്ടർ പട്ടിക പുതുക്കുന്നതിന് തീരുമാനിക്കുകയാണെങ്കിൽ ആ വിവരം കമ്മീഷൻ ഔദ്യോഗികമായി അറിയിക്കുന്നതാണ്. തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വോട്ടർ പട്ടിക പുതുക്കൽ സംബന്ധിച്ചുമുള്ള വിവരങ്ങൾക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിനെയോ സോഷ്യൽ മീഡിയ പേജുകളെയോ മാത്രം ആശ്രയിക്കണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു. ഇന്ത്യയിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി ആ തുകയും എടുത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് മുങ്ങുന്നവരെ തിരിച്ച് ഇന്ത്യയിൽ എത്തിക്കുക വിഷമകരമായിരുന്നു. ഈ തട്ടിപ്പുകാർ എങ്ങനെയെങ്കിലും കുറച്ച് പണമെറിഞ്ഞ് ഡൽഹിയിലെ രാഷ്ട്രീയക്കാരെ വിലക്കെടുക്കും. അതോടെ ബ്രിട്ടീഷ് കോടതിയിൽ കേസ് വാദിക്കാൻ സർക്കാർ അഭിഭാഷകരെ വിടില്ല. കേസ് ആറിത്തണക്കും. തട്ടിപ്പിൽ നിന്നും വാരിക്കൂട്ടിയ കോടികൾ ചെലവാക്കി തട്ടിപ്പുകാരൻ ഫോറിൻ രാജ്യത്ത് വിലസി നടക്കും. എന്നാൽ ഇതിനൊരു അറുതി വരുത്താൻ നരേന്ദ്രമോദി കുറച്ചു നാളുകളായി ശ്രമിക്കുകയായിരുന്നു. ഇപ്പോൾ അതിനനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കുകയാണ്. ഇന്ത്യയിൽ കുറ്റം ചെയ്ത് പണം തട്ടിച്ച് ബ്രിട്ടനിലേക്ക് മുങ്ങിയ വിജയ് മല്യ, നീരവ് മോദി എന്നീ ബിസിനസ്സുകാരെ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്ന് തീഹാർ ജയിലിൽ അടച്ചതിന് ശേഷം ഇവിടെ കേസിന്റെ വിചാരണ നടത്തുക എന്നത് മോദിയുടെ വിജയമാണ്. നേരത്തെ മുംബൈ ആക്രമണത്തിന്റെ ആസൂത്രകനായ പാകിസ്ഥാൻ പൗരനും പാകിസ്ഥാൻ സൈന്യത്തിന്റെ ഉദ്യോഗസ്ഥനുമായ തഹാവൂർ ഹുസൈൻ റാണയെ അമേരിക്കയിൽ നിന്നും നിയമയുദ്ധത്തിലൂടെ ഇന്ത്യയിൽ എത്തിക്കുന്നതിൽ മോദി സർക്കാർ വിജയിച്ചിരുന്നു. ഇപ്പോഴിതാ വിജയ് മല്യയ്ക്കും നീരവ് മോദിക്കുമെതിരെ ഇന്ത്യ നടത്തിയ നിയമ പോരാട്ടം വിജയത്തിലേക്ക് എത്തുകയാണ്. രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്ന് ആരോപിക്കുന്ന കേസിൽ EDയും ഇടപെടുന്നു. രാഹുൽ ഗാന്ധിക്കെതിരെ അലഹബാദ് ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകിയ വിഘ്നേഷ് ശിശിറിനോട് ഈ കേസുമായി ബന്ധപ്പെട്ട മുഴുവൻ തെളിവുകളും രേഖകളും ഹാജരാക്കാൻ ED നിർദ്ദേശിച്ചു. സെപ്റ്റംബർ 9 ഹാജരാകാനാണ് ED ആവശ്യപ്പെട്ടിരിക്കുന്നതെന്ന് വിഘ്നേഷ് ശിശിർ പറഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് ബ്രിട്ടീഷ് പൗരത്വമുണ്ടെന്ന് തെളിഞ്ഞാൽ MP സ്ഥാനം നഷ്ടപ്പെടുമെന്നതിനാൽ ഈ കേസ് നിർണായകമാണ്. ഇരട്ട പൗരത്വം അനുവദിക്കാത്ത രാജ്യമാണ് ഇന്ത്യ. മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം എടുത്തു എന്ന് തെളിഞ്ഞാൽ അവർക്ക് ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ പൗരത്വം നഷ്ടമാകും. മോദിയും ട്രംപും തമ്മിൽ വെടിനിർത്തലിന് കളമൊരുങ്ങുന്നതായി റിപ്പോർട്ട്. മോദി തന്റെ നല്ല സുഹൃത്താണെന്നും മികച്ച പ്രധാനമന്ത്രിയുമാണെന്ന ട്രംപിന്റെ പ്രസ്താവനയോട് മോദി പോസിറ്റീവായി നൽകിയ പ്രതികരണം ഇരു രാജ്യങ്ങളും തമ്മിൽ ശത്രുത വെടിഞ്ഞ് സൗഹൃദത്തോടെ മുന്നോട്ട് പോകുന്നതിന് കളമൊരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു പക്ഷേ വൈകാതെ ഇന്ത്യക്കെതിരെ US ചുമത്തി പ്രതികാര ചുങ്കം ഒഴിവാക്കുന്നതിലേക്ക് നയിച്ചേക്കുമെന്ന് കരുതുന്നു. ഇന്ത്യ-US ബന്ധം എക്കാലത്ത് ഭാവിയെ ഉറ്റുനോക്കുന്ന സമഗ്രമായ തന്ത്രപ്രധാന ബന്ധമാണെന്നായിരുന്നു മോദി എക്സിൽ കുറിച്ചത്. ഇന്ത്യയും US തമ്മിൽ ഒരു സവിശേഷ ബന്ധമാണുള്ളതെന്ന്
നടന്നിട്ടുണ്ടെന്നും ഇതേക്കുറിച്ച് ആശങ്കപ്പെടേണ്ടതില്ലെന്നും ട്രംപിന്റെ വികാരത്തോട് പൂർണ്ണമായി യോജിക്കുന്നതായി മോദി എക്സിൽ സന്ദേശത്തിൽ കുറിച്ചിരുന്നു. ജാപ്പനീസ് പ്രധാനമന്ത്രി ഷിഗെറു ഇഷിബ രാജിവെച്ചു. പാർലമെന്റിൽ ഭരണകക്ഷിയായ ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് ഭൂരിപക്ഷം നഷ്ടമായ സാഹചര്യത്തിൽ പാർട്ടിയിൽ നിന്ന് വലിയ സമ്മർദ്ദമുയർന്നിരുന്നു. ഒരു പിളർപ്പിൽ നിന്ന് പാർട്ടിയെ രക്ഷിക്കാൻ ഷിഗെറു ഇഷിബയുടെ രാജിക്ക് കഴിയും. പാർട്ടിയിലെ ഭിന്നത തടയുന്നതിനായി അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ചേക്കുമെന്ന് വാർത്താ ഏജൻസി നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ സെപ്റ്റംബറിൽ അധികാരമേറ്റതിനു ശേഷം നിരവധി തിരഞ്ഞെടുപ്പ് തോൽവികൾ ഷിഗെറു ഇഷിബ നേരിട്ടിട്ടുണ്ട്. അതാണ് ലോകത്തിലെ നാലാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയുള്ള ജപ്പാനെ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിന്റെ പുതിയ ഘട്ടത്തിലേക്ക് തള്ളിവിടുന്ന ഈ തീരുമാനത്തിന് പിന്നിൽ. ഇതുവരെ എതിർത്തുനിന്ന ഷിഗെറു ഒടുവിൽ വഴങ്ങുകയായിരുന്നു.